ബഡ്ജറ്റിൻ്റെ വിസ്മയവുമായി വി.ഡി. സതീശൻ. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു വിഷണറിയെ പോലെ കേരളത്തിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയിലുള്ള കാഴ്ചപ്പാടുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള കാഴ്ചപ്പാടുകൾ, പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ, ആരോഗ്യം, അങ്ങനെ വളരെ വ്യത്യസ്തമായ മേഖലകളിൽ വിപുലമായ അന്വേഷണമാണ് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം കോൺക്ലേവുകൾ നടത്തി, പരിസ്ഥിതി പ്രവർത്തകരുമായി സംസാരിച്ചു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണ്ട കാഴ്ച, ഒരു സംഘം പരിസ്ഥിതി പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും തയ്യാറാക്കിയ ഒരു മാനിഫെസ്റ്റോ UDF-നും LDF-നും അവർ കൊടുത്തിരുന്നു. സച്ചിദാനന്ദൻ മുതൽ തുടങ്ങി നിരവധി ആളുകൾ, CR നീലകണ്ഠൻ അങ്ങനെ തുടങ്ങി സാറാ ജോസഫിനെയൊക്കെ പോലെയുള്ള കേരളത്തിലെ പ്രമുഖമായി ചിന്തിക്കുകയും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നാൽ എന്നാൽ ഇടതുപക്ഷ അടിമകളല്ലാത്ത, തലച്ചോറ് ആർക്കും പണയം വെച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ UDF-നും LDF-നും ഒരു ജനകീയ മാനിഫെസ്റ്റോ കൊടുത്തു. അതിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം, ഒരു 4-5 ആളുകൾ, CR നീലകണ്ഠൻ അടക്കമുള്ള ഒരു 4-5 ആളുകൾ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ പോയി വി.ഡി. സതീശനുമായി ചർച്ച. ചരിത്രത്തിലാദ്യമാണ് പരിസ്ഥിതി പ്രവർത്തകരെയോ പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളെയോ ഒക്കെ വിളിച്ചിരുത്തി ബഡ്ജറ്റിന് മുമ്പേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ തണൽ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. ആ സംഘടനയുടെ മേധാവിയല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് ഇരുന്ന എഞ്ചിനീയർ കൂടിയായിട്ടുള്ള തണൽ ശ്രീധർ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീധർ രാധാകൃഷ്ണനെ ഈ അതിവേഗ ട്രെയിൻ പാതയുടെ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പരിശോധിക്കുവാൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. 4 പേരുള്ള കമ്മിറ്റിയിൽ ഗതാഗത സെക്രട്ടറിയും അതുപോലെ വീരമണി എന്ന് പറഞ്ഞാൽ CDS-ൻ്റെ ചെയർമാനായിട്ടുള്ള ഡയറക്ടറുള്ള വീരമണി അടക്കമുള്ള ആളുകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ കമ്മിറ്റി, 4 പേരുള്ള കമ്മിറ്റിയിൽ രാധാകൃഷ്ണനെ കൂടെ വെച്ചിട്ടുണ്ട്, ശ്രീധർ രാധാകൃഷ്ണനെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി പരിസ്ഥിതി പ്രവർത്തകരെയും പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളെയും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയും കേൾക്കുന്നു എന്നുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ വലിയ ഒരു വിസ്മയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ഒരുപാട് പാക്കേജുകൾ വരുമെന്ന് കേൾക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അടിമുടി സർക്കാരിനെ പൊളിച്ചെഴുതുവാനുള്ള ഒരുപാട് പാക്കേജുകൾ കേൾക്കുന്നുണ്ട്. പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദുരന്ത പരിപാലനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് ചിന്തിക്കുന്നു എന്നാണ് അണിയറയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ്റെ വിസ്മയം, അത് അങ്ങനെ വന്നത്, ഒരു വിഷണറി തന്നെ മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. ഒന്ന്, ന്യൂജൻ ആളുകളും ഇസഡ് ആളുകളും ഒക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ഇന്നൊരു സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളതും കേരള സമൂഹത്തെ അദ്ദേഹം കേൾക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം വിവിധ സന്നദ്ധ സംഘടനകളാകട്ടെ, വ്യക്തികളാകട്ടെ, സാമൂഹ്യ സംഘടനകളാകട്ടെ, ആരെന്ത് പ്രപ്പോസൽ കൊടുത്താലും അതെല്ലാം വളരെ കൃത്യമായി പരിശോധിച്ച് അതിൽ പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്ന വളരെ വളരെ കൃത്യമായ ഒരു പാറ്റേണിലേക്ക് വി.ഡി. സതീശൻ മാറിയിട്ടുണ്ടെന്നുള്ളത് കേരള സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു. നമുക്കിവിടെ വേണ്ടത് ഗൂണ്ടായുസവും തോന്നിയവാസവും ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം കുത്തിത്തിരുകി സ്വജനപക്ഷപാതത്തിലൂടെയും അല്ലാത്തതുപോലെ കുറേ ആളുകളിരുന്ന് എക്സാമും പുട്ടപ്പും ഷട്ടപ്പും എന്ന് പറഞ്ഞിട്ട് ഫയലുകൾ അങ്ങോട്ട് എഴുതി വർണ്ണാഭമായ റിപ്പോർട്ടുകൾ ഇറക്കി, മന്ത്രി റിപ്പോർട്ട് ഇറക്കി, സെക്രട്ടറിക്ക് കൊടുത്ത്, സെക്രട്ടറി അത് വാങ്ങിച്ച് സെക്രട്ടറിയുടെ PA-ക്ക് കൊടുത്ത്, അത് PA അത് നോക്കി, സെക്രട്ടറി ഇതിനകത്ത് കാഴ്ചപ്പാടുള്ള സെക്രട്ടറിമാരാണെങ്കിൽ വായിച്ചു നോക്കും, അല്ലാത്തവരാണെങ്കിൽ അത് തിരക്കുള്ളവരാണെങ്കിൽ അത് മാറ്റിവെക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതല്ലാതെ ഇത് പുതിയ ഒരാളിനും കൊടുക്കുന്നുമില്ല. ഇപ്പോൾ ഓരോ സെമിനാറുകൾ നടക്കും, നമ്മൾ മനസ്സിലാക്കുക. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ പോലുള്ള സെമിനാറുകൾ നടക്കും. 1-2 ആക്ടിവിസ്റ്റുകളെ വിളിച്ചാലായി, ബാക്കി മഹാഭൂരിപക്ഷം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെ വിളിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് വിളിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സെമിനാറിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കും, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സെമിനാർ, ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ബോധവൽക്കരണമെന്ന് പറഞ്ഞ് ഈ സെമിനാറുകൾക്ക് പണം കളയുന്നല്ലാതെ ഇതിൻ്റെ റിയൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സാധാരണ ജനങ്ങളായിട്ടുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള ഒരു പ്രവർത്തനവും നടക്കാതെ ഇങ്ങനെ ഉപരിപ്ലവമായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. ആരുടെയും കുറ്റമല്ല, ഉദ്യോഗസ്ഥരെ നമ്മൾ അടച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരുപാട് പരിമിതിയുണ്ട്, ഫണ്ടിൻ്റെ പരിമിതിയുണ്ട്, മാൻ പവറിൻ്റെ പരിമിതിയുണ്ട്, ഹാളിൻ്റെ പരിമിതിയുണ്ട്, ഒരുപാട് പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് ക്യാമ്പയിൻ എന്നൊക്കെ, പക്ഷേ ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഓഫീസിൽ 10 മണി മുതൽ 5 മണി വരെ ചിലവഴിച്ച് സത്യസന്ധമായി പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, അല്ല കള്ളം കാണിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ കുറേ കൂടി ക്രിയേറ്റീവായി ഇന്നോവേറ്റീവായി പ്രവർത്തിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു റിസ്ക് ഒന്നും എടുക്കാൻ മഹാഭൂരിപക്ഷ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. അങ്ങനെ എടുത്താൽ അവർക്കൊരു പൊളിറ്റിക്കൽ പാറ്റേജ് കിട്ടുന്നുമില്ല. അങ്ങനെയുമുണ്ട്, ഒരു രാഷ്ട്രീയ പിതൃത്വം കിട്ടിയാലേ അവർക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ
അങ്ങനെ ഒരു രാഷ്ട്രീയ പിതൃത്വം കൊടുക്കും എന്നാണ് വി.ഡി. സതീശൻ്റെ വളരെ കുറഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങളിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിസ്മയമായിരിക്കും ഇപ്രാവശ്യത്തെ പുതിയ ബഡ്ജറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് ബാലഗോപാൽ. അത് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാൻഡേറ്റ് ഉണ്ട്. അവർ അതിൽ പുറപ്പെടുന്നു എന്ന് കാണുന്നത് വളരെ മനോഹരമാണ്, സുന്ദരമാണ്. എന്തായാലും രസകരമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും വി.ഡി. സതീശൻ്റെ വിസ്മയം നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ പരിസ്ഥിതി സൗഹൃദമായിരിക്കും ബഡ്ജറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ഹാപ്പിനെസ് കേരള എന്നുള്ളതും കൺസെപ്റ്റിൽ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ സ്ത്രീകളുടെ പേര്, വയോജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി, പിന്നെ അങ്ങനെ ഒത്തിരി ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ബഡ്ജറ്റായിരിക്കും വരുന്നു എന്ന് കേൾക്കുന്നു. അതിനകത്ത് പരിസ്ഥിതി, സദ്ഭരണം, ക്ഷേമം എല്ലാം അടങ്ങുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റ് ഇപ്രാവശ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ബഡ്ജറ്റ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് തന്നെ ഉള്ളതാണ്. കാരണം അദ്ദേഹം ധനകാര്യ വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയായും ധനകാര്യ വകുപ്പ് മന്ത്രിയായും അദ്ദേഹം ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. ഏറ്റവും മനോഹരമായ കാര്യം, ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരെയും പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളെയും സംഘടനകളുടെ ആളുകളെയും ഒക്കെ മുഖ്യമന്ത്രി കേൾക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. നടക്കട്ടെ, ഈ പ്രോസസ്സ് തുടരട്ടെ, എല്ലാ നല്ല നിർദ്ദേശങ്ങളും സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പുതിയ ബഡ്ജറ്റിൽ പുതിയ ആശയങ്ങൾ, പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ സ്വപ്നങ്ങളൊക്കെ വയ്ക്കാൻ വി.ഡി. സതീശന് കഴിയട്ടെ. ഒരു ഹാപ്പിനെസ് കേരള, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കേരള. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന, വ്യവസായമാവട്ടെ കൃഷിയാകട്ടെ, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ എല്ലാം വിവാദമാണ്, എല്ലാം തർക്കമാണ്, കൈക്കൂലിയാണ്, സ്വജനപക്ഷപാതമാണ് എന്ന് പറയുന്നിടത്ത് മാറി ഇവിടെ ചിലതൊക്കെ നടക്കും, ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, അതിന് പറ്റിയ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടെന്ന് പുതിയ തലമുറയ്ക്ക് ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മനോഹരമായ പദ്ധതികൾ വരട്ടെ. വിഷനുള്ള ഒരു പദ്ധതികൾ വരട്ടെ. വിഷനറികൾ രാജ്യം ഭരിക്കാൻ വരുമ്പോൾ വിഷനുള്ള പദ്ധതികൾ വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുമ്പോൾ വളരെയധികം വിഷനുള്ള ഒരാളാണ് വി.ഡി. സതീശൻ. അതുപോലെയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഓപ്പറേഷൻ തുഫാൻ എന്നൊക്കെ പറയുന്ന മനോഹരമായ പദ്ധതി വിഷ്വലൈസ് ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ ഞാൻ പിന്നെ ഈ രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വലിയൊരു വിഷൻ അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ വിഷനായിട്ടുള്ള ഒരു വിഷണറിമാരാണ് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ വിസ്മയ ബഡ്ജറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ പരിസ്ഥിതി, ക്ഷേമം, ആനന്ദം, സന്തോഷം, സദ്ഭരണം, ഗുഡ് ഗവേണൻസ്, ഇതിനെല്ലാം ബഡ്ജറ്റിൽ ഇടമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.